എന്റെ പേര് ഡോര. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? നിനക്ക് എത്ര വയസ്സായി? വാവ്, അത് നന്നായി. ഒന്ന് ആലോചിക്കൂ. ഇപ്പൊ ഞാനൊരു കഥ പറയാം. കഥ കേൾക്കാം, കഥ കേൾക്കാം, കഥ കേൾക്കാം. ബുച്ചി, ഡോറ. ഹേ ബുച്ചി, വലിയൊരു കഥാപുസ്തകമുണ്ട്, നിനക്കറിയോ? പുസ്തകമോ? അതെ അതെ അതെ, അതെന്റെ ബാഗിലുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യ. എന്റെ ബാക്കിന്റെ അകത്തുനിന്ന് ചുവന്ന കളർ ബുക്ക് എടുത്ത് തരുവോ? ഞാൻ ബുജ്ജിക്ക് വായിച്ചു കാണിക്കണം. അതിന് നിങ്ങൾ ബാക്ക് എന്ന് പറയണം. ബാക്ക് എന്ന് പറയൂ, ബാക്ക് എന്ന് പറയൂ. ഉറക്കെ പറയണം. ഈ പുസ്തകങ്ങളിൽ ഏതാണ് വലിയ ചുവന്ന പുസ്തകം എന്ന് പറയൂന്ന് കാണട്ടെ. കണ്ടുപിടിച്ചോ? ഇപ്പൊ ഡോര ബുച്ചിക്ക് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാന്ന് നോക്കാം. പതുക്കെ 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 പതുക്കെ. അവള് വായിക്കുന്നത് നിങ്ങളും നോക്കണം. എങ്ങനെ വന്നെന്ന് കണ്ടോ? നന്ദിയുണ്ട്. ഇതിലെന്താ ഉള്ളത്? The Legend of the Big Red Chicken. ഒരു വലിയ ചുവന്ന കോഴിയുടെ ചരിത്രം. ഈ ബുക്ക് ഇംഗ്ലീഷിലുള്ളത്. ഞാൻ നിനക്ക് മലയാളത്തിൽ വായിച്ചു പറയാം. പണ്ട് ഒരു ചെറിയ ചുവന്ന കോഴി ഒരു വലിയ കുന്നിൽ ജീവിച്ചിരുന്നു. ചെറിയ ചുവന്ന കോഴി വലിപ്പത്തിൽ ചെറുതായത് കൊണ്ട് അതിന്റെ സ്നേഹിതരെ പോലെ അതിന് ഓടാൻ കഴിഞ്ഞില്ല. അത് വളരെ ചെറുതായത് കൊണ്ട് മറ്റുള്ള കോഴികളുടെ ചോട്ട് കൊള്ളാതെ ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നു. എന്താ ചെയ്യുന്നറിയാതെ അതങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ആ കോഴി കിടക്കാൻ പോകുമ്പോ ഒരു വലിയ കോഴിയുടെ രൂപത്തിൽ നക്ഷത്രങ്ങളെ കണ്ടു. ആ നക്ഷത്രങ്ങളെ പോലെ ആ കോഴി വലുതാകണമെന്ന് ആഗ്രഹിച്ചു. അടുത്ത ദിവസം രാവിലെ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ആ ചെറിയ കോഴി ഉണർന്നു നോക്കുമ്പോൾ അത് ചെറിയ കോഴിയല്ല, ഒരു വലിയ കോഴിയായിട്ട് മാറി. ഒരു വീടിന്റെ അത്ര വലുതായി. ആ വലിയ കോഴിക്ക് വളരെ സന്തോഷമുണ്ടായി. അത് കൈയും കാലും പൊക്കി ഡാൻസ് കളിച്ചു. നിങ്ങൾക്ക് കാണണോ? ആ വലിയ ചുവന്ന കുന്നിലേക്ക് പോയാൽ ആ വലിയ ചുവന്ന കോഴിയെ കാണാം. വലിയ അത്ഭുതം, ആ കോഴി ഇപ്പോഴും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ? കഥ വളരെ നന്നായിട്ടുണ്ട് ഡോറ. ആ ചുവന്ന വലിയ കുന്നിൽ പോയി ചുവന്ന വലിയ കോഴിയെ കാണണം. എന്നാ ശരി, നമുക്ക് ഉടനെ ആ കോഴിയെ കണ്ടുപിടിക്കാം ബുച്ചി. ഏത് വഴി കൂടി പോയാ ആ കോഴി കണ്ടുപിടിക്കാം? നീ മറന്നുപോയോ? നമ്മൾ ബുക്കിൽ വായിച്ചതുപോലെ ആ വലിയ ചുവന്ന കുന്നിലാണ് ആ വലിയ ചുവന്ന കോഴി ഉള്ളത്. നമ്മൾ മാപ്പിനെ വിളിച്ച് ആ വലിയ ചുവന്ന കുന്നിലേക്ക് പോകാനുള്ള വഴി ചോദിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഒന്ന് മാപ്പിനെ വിളിച്ച് വലിയ ചുവന്ന കുന്നിലേക്ക് എങ്ങനെ പോകണമെന്ന് ഒന്ന് ചോദിച്ചു പറയുവോ? അതിന് നിങ്ങൾ മാപ്പിനെ വിളിക്കണം. നിങ്ങൾ ഒരിക്കൽ കൂടി വിളിച്ചാലേ അത് വരൂ. മാപ്പ് എന്ന് പറയൂ, മാപ്പ് എന്ന് പറയൂ. പാലം, വാതിൽ, വലിയ ചുവന്ന കുന്ന്. നമ്മൾ വലിയ ചുവന്ന കുന്നിലേക്ക് എങ്ങനെയാ പോവാൻ പോകുന്നത്? പാലം, കതക്, വലിയ ചുവന്ന കുന്ന്. ആദ്യം നമ്മൾ എല്ലാവരും പാലം കടന്ന് പിന്നെ കതകിന്റെ അകത്ത് പോയി അതിന് പിന്നെ വലിയ ചുവന്ന കുന്നിലേക്ക് പോയി വലിയ ചുവന്ന കോഴിയെ കാണണം. ഏതാ ശരിയല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ രണ്ടുപേരും ആ പാലത്തിന്റെ അടുത്തേക്ക് പോവണം. നിങ്ങൾ ആ പാലം കണ്ടോ? എവിടെ? ദാ നോക്ക്, പാലം അവിടെ ഉണ്ട്. വരൂ ഡോറ, പോകാം. നിങ്ങളും വരൂ. നീ ആ ശബ്ദം കേട്ടോ? അതാ കുറുനരിയുടെ ശബ്ദം. അതിവിടേക്ക് വരാതെ നമ്മൾ നോക്കണം. ഡോറ, എപ്പോഴും ആ കുറുനരി നമ്മളെ സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കും. കുറുനരിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കുവോ? നിങ്ങൾ നരിയെ കണ്ടാൽ കുറുനരി എന്ന് പറയണം.